പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നവംബർ മാസത്തിൻ്റെ 12-ാം തീയതി നമ്മൾ കടക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈ നവംബർ മാസം നമ്മൾ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കളെ ഓർക്കുന്ന ദിവസങ്ങളാണല്ലോ. ഈ ദിവസം ദൈവത്തിൻ്റെ വലിയ കരുണ ഈ ആത്മാക്കളുടെ മേൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ ഓർക്കുന്നത്, നമുക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ഒരുപാട് ഉപകാരികളുണ്ട്. അവരെ ഓരോരുത്തരെയും നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത് അങ്ങേ പ്രതി ഞങ്ങളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ ആത്മാക്കളെയും ഈ ദിവസം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അവരെ അങ്ങ് വിസ്മരിക്കാതെ അവരെ പ്രകാശത്തിന്റെ നാട്ടിലേക്ക് അങ്ങ് ആനയിക്കണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് അവരെ എത്തിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ഏകദേശം 22 വർഷമായി. പ്രിയമുള്ളവരെ, ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു സന്യാസ വൈദികനാണ്. എൻ്റെ സന്യാസ പരിശീലനം ആരംഭിച്ച അന്നു മുതൽ ഇന്നും ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ കരുണ, അവിടുത്തെ വലിയ സ്നേഹമാണ് പലപ്പോഴും ഒരുപാട് വ്യക്തികളിലൂടെ അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന സേവനം പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ല എങ്കിലും, എൻ്റെ വിദ്യാഭ്യാസ കാലം തൊട്ട്, പഠിക്കുന്ന കാലം തൊട്ട് അന്നും ഇന്നും ഒക്കെ ദൈവത്തെ പ്രതി അനേകർ മനുഷ്യര് തന്ന ഒരുപാട് ഉപകാരങ്ങൾ, പ്രത്യേകിച്ചും ഭൗതികമായിട്ട്, പഠിക്കാനായിട്ട്, ശുശ്രൂഷ ചെയ്യാനായിട്ടൊക്കെ കർത്താവിനെ പ്രതി തന്ന ഉപകാരങ്ങൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ കാരുണ്യം കാണിച്ചവര്, നമ്മളെ ആത്മീയമായി വളർത്തിയവര്, നമ്മളെ സ്നേഹിക്കുന്നവര്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഇങ്ങനെ ഒരുപാട് പേര്. പ്രിയമുള്ളവരെ, ഞാനൊരു വൈദികൻ എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കി, എത്രയോ പേരുടെ ഔദാര്യം കൊണ്ടാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പറയണ്ടാവും, ഞാൻ ആരുടെയും ഔദാര്യം കൊണ്ടല്ല ജീവിക്കുന്നതെന്ന്. നമ്മൾ ആഴമായിട്ടൊന്ന് പരിശോധിച്ച് മനസ്സിലാകും, പലരുടെയും ഔദാര്യമാണ് നമ്മുടെ ജീവിതം. ഒരുപക്ഷെ നമ്മൾ സ്വീകരിക്കുന്ന സേവനങ്ങൾക്കൊക്കെ നമ്മൾ പണമോ പ്രതിഫലമോ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു വലിയ പരിധി വരെ വലിയ ഔദാര്യങ്ങളാണ് നമ്മൾ പറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഓർക്കുക, നമ്മൾ ഇടവക പള്ളിയിൽ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ ഒരു വലിയ പണം കൊടുത്തിട്ടൊന്നുമല്ല നമ്മളത് സ്വീകരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ദൈവം മറ്റു പലരിലൂടെ നമുക്ക് ഒരുക്കി തരികയാണ്. നമ്മൾ ദേവാലയത്തിൽ പോകുന്നു, പള്ളി, മനോഹരമായ പള്ളി നമുക്ക് ഉണ്ട്. ഈ പള്ളിയൊക്കെ പണിത് നമ്മൾ പണം കൊടുത്തിട്ടൊന്നും ആയിരിക്കില്ല. പലരും കർത്താവിനെ പ്രതി നമ്മുടെ ആത്മരക്ഷയെ കരുതി അവര് സന്തോഷത്തോടു കൂടി ചെയ്തതിന്റെ പ്രതിഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ആത്മീയ കാര്യങ്ങളൊക്കെ നമുക്ക് പലപ്പോഴും ദൈവം ഔദാര്യമായിട്ട് തരികയാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി. ഇനി നമ്മുടെ ഭൗതിക ജീവിതവുമായിട്ട് നമ്മൾ ഇന്ന് പരിശോധിച്ച് നോക്കിക്കേ, എത്രയൊക്കെ മേഖലകളിലാണ് നമുക്ക് ഉപകാരങ്ങൾ ദൈവം തരുന്നത്. കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യന്റെ ഒരു പുഞ്ചിരി തുടങ്ങി, സ്നേഹത്തോടുള്ള വാക്കുകള്, കരുണയോടുള്ള ഇടപെടല്, അതല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികമായി തന്നെ സഹായിക്കുന്ന പലരും ഉണ്ടാകും, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർ പലരും ഉണ്ടാകും. ഇവരെല്ലാവരും ഒരുപക്ഷെ വലിയ സമൃദ്ധിയിൽ നിന്നും ആയിരിക്കില്ല അവർ തരുന്നത്. അവരുടെ ഇല്ലായ്മയിൽ നിന്ന് പോലും വലിയൊരു പരിധി വരെ ആളുകൾ തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നാണ് ദൈവത്തിനു വേണ്ടി ഓരോ ഉപകാരങ്ങൾ നമുക്ക് ചെയ്തു തരുന്നത്. ഇന്ന് നമ്മൾ മരിച്ചവരെയൊക്കെ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉപകാരികളെ നമുക്ക് ഓർക്കാം. നമ്മളെ പല രീതിയിൽ നമ്മളെ സഹായിച്ചിട്ടുള്ളവര്, പണമായിട്ടല്ല, അല്ലാതെ സ്നേഹത്തോടെ നമ്മൾ പരിചരിച്ചവര്, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര്, നമ്മളോട് കരുണ കാണിച്ചവര്, നമ്മളെ പഠിപ്പിച്ചവര്, നമ്മളെ വളർത്തിയവര്, ഇതെല്ലാം ഉപകാരികളുടെ തലത്തിൽപ്പെടുന്നവരാണ്. അവരും മരണമൂലയിൽ ലോകത്ത് നിന്ന് വേർപെട്ടു പോയിട്ടുള്ളവരുണ്ട്. ഇനിയും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയാതെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നവര്, നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മുടെ ത്യാഗവും ഒക്കെ പ്രതീക്ഷിച്ച് അവരുടെ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആത്മാക്കള്, ഈ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായം
23-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. 23-ഉം 24-ഉം തിരുവചനങ്ങളിൽ, നിങ്ങളുടെ ജോലി എന്തു തന്നെ ആയിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയ പരമാർത്ഥതയോടെ ചെയ്യുവിൻ. നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. എന്താണ് ഈ അവകാശം? ദൈവത്തെ പ്രതി ചെയ്തിട്ടുള്ളവർക്ക് കിട്ടുന്ന, ദൈവം കൊടുക്കുന്ന അവകാശമാണ് സ്വർഗരാജ്യം. അതാണ് നമ്മൾ ഫിലിപ്പിയർ ലേഖനത്തിലെ 3-ാം അധ്യായം 20-ാം തിരുവചനത്തില്, നമ്മുടെ പൗരത്വം സ്വർഗത്തിനാണ്. അപ്പോ ഈ സ്വർഗത്തിന്റെ പൗരത്വമുള്ളവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ഈ സ്വർഗത്തിൽ പോകണം. ദൈവത്തിനു വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തെ ഓർത്തിട്ടാണ് അവർ ചെയ്യുന്നത്. എഫേസ്യസ് ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടതാണ്. അടിപ്രകാരം എഴുതിയിട്ട്, മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന വേണം സന്മനസ്സോടെ നിങ്ങളുടെ ശുശ്രൂഷകളൊക്കെ ചെയ്യുവിൻ. ഇപ്രകാരം ദൈവത്തിന് വേണ്ടി ചെയ്ത ശുശ്രൂഷകള് അതൊക്കെ സ്വീകരിച്ചവരാണ് നമ്മൾ. മറ്റുള്ളവരുടെ ശുശ്രൂഷകൾ സ്വീകരിച്ചവരാണ്. നമുക്ക് ഈ ദിവസം പ്രകാരമുള്ള ആത്മാക്കളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, എന്നെ ഞാൻ ഇന്നായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിലയിലാക്കാൻ അത്യധ്വാനം ചെയ്ത ഒരുപാട് പേരുണ്ട്, ഉപകാരികളായിട്ടുള്ളവര്. അവരെ കർത്താവ് ഈ സമയം തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അവരുടെ കുറവുകളെ, പോരായ്മകളെ പരിഹരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ കർത്താവെ അവർക്ക് അങ്ങ് അവസരം നൽകണമേ. കുറവുകളെ പരിഹരിക്കണമേ. നിത്യതയിൽ പ്രകാശത്തിന്റെ നാട്ടിലേക്ക് ഈ ആത്മാക്കളെ അങ്ങ് സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജത്രൂദ് വഴി ലഭിച്ച പ്രാർത്ഥന നമുക്കിപ്പോൾ ചൊല്ലാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുരക്തം ലോകമെമ്പാടും ഇന്ന് അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയോട് ഒത്തുചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിലും തലമുറയിലുമുള്ള മരിച്ചുപോയിട്ടുള്ള പാപികളായി കഴിഞ്ഞിരുന്ന ആത്മാക്കളുടെ മോചനത്തിനു വേണ്ടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേൻ.